അണ്ണ അണ്ണ ഒന്ന് എഴുന്നേറ്റേ അണ്ണ. അണ്ണ ഇനി ഒന്ന് എഴുന്നേറ്റേ. നേരം വെളുത്താലും എഴുന്നേക്കത്തുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ മുറ്റത്തിരിക്കുന്ന തെങ്ങെണ്ണം കണ്ടിട്ടുണ്ടോ? അതിൽ വിളിക്കുന്ന സാധനത്തിന്റെ പേരെന്തുവാ? തേങ്ങ. മാവെ കണ്ട എന്തോ വിളിക്കുന്നേ? മാങ്ങ. മാവിനകത്ത് മാങ്ങ, പ്ലാവിനകത്ത് ചക്ക. പക്ഷെ പറങ്ങാവെ മാത്രം കളിക്കുന്നതാടെ ഈ സാധനത്തിനെ എന്തിനാ അണ്ടി എന്ന് വിളിക്കുന്നത്? നോക്കേ. അന്നേരം എന്ത് ഈ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം ഒട്ടിപ്പിടിച്ചാന്നോ മരത്ത ഇരിക്കുന്നേ? അണ്ണൻ ഒരു കുന്തം അറിയത്തില്ല. ഇത് വവ്വാലെങ്ങാണ്ട് കൊണ്ടുവന്നേ മുറ്റത്ത്. നിപ്പയും കുപ്പയൊന്നും വരത്തില്ല. ഒരു കുന്തം അറിയത്തുമില്ല. നിപ്പ വരും. എന്തെങ്കിലും ഒരു സംശയം മനുഷ്യൻ വന്ന് ചോദിച്ചാൽ നിപ്പ വരും. നേരം വെളുത്താൽ എഴുന്നേക്കത്തും ഇല്ല. നിപ്പ. ഞാനും ഉറങ്ങും അകളന്ന്. അത്ര സോക്കേട് കൊള്ളത്തില്ലല്ലേ. അവന് അണ്ടി മാത്രം അണ്ടിന്ന് പേരിട്ടേക്കുന്ന. എവിടുത്തെ ന്യായം അത്? ആരെ ഈ പേരൊക്കെ കണ്ടുപിടിച്ച? കഷ്ടപ്പാവണ്ടി. അതുകൊണ്ടല്ലേ ഞങ്ങൾ ആഫീസിൽ പോകുമ്പോ അത് മാത്രം ഒളിച്ചു വെച്ചേക്കുന്നുണ്ട്. അതിനകത്ത് ഈ അണ്ടി പരിപ്പ് എവിടെ ഇരിക്കുവോ? ചക്ക ചക്കയിലേക്കകത്തിരിക്കുന്ന ചക്കയും ചക്കക്കുരും എല്ലാം ചക്കയ്ക്കകത്തല്ലോ ഇരിക്കുന്നേ. ഞങ്ങൾ ഈ ഒരു മരത്തിന് അണ്ടിന്ന് പേരിട്ടിട്ടല്ലോ ഞങ്ങൾ അണ്ടിയാപ്പീസിൽ പോവുക. ഒരു വിലയില്ലാത്ത ഇതിന് വല്ല എന്തോ നല്ല നല്ല പേരുകൾ ഇട്ടിരുന്നെങ്കിൽ വെറൈറ്റി ആയിട്ട് വല്ല മോൺസ്റ്റാർ അങ്ങനെ ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെയൊക്കെ ഇട്ടിരുന്നെങ്കിൽ അവര് സ്റ്റാർ കമ്പനി പോവാ എന്നല്ലേ പറഞ്ഞോളായിരുന്നോ? രമേശൻ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് വേണ്ട. നല്ല ഏതെങ്കിലും പേരിട്ടിരുന്നെങ്കിലോ ഇന്ന് പണ്ടുള്ളവര് പഞ്ഞ ആൾക്കാര് അതിന് അണ്ടിന്നിട്ടല്ലോ. എവിടെ പോടെ? അണ്ടിയാപ്പീശിലാ. ആരാന്ന് അതിനൊക്കെ അണ്ടിന്ന് പേരിട്ടെ? അതോട്ട് ഇങ്ങർക്ക് അറിയത്തുമില്ല. അണ്ടി കണ്ടുപിടിച്ചാൽ കുട്ടി നോക്കി ചവിട്ടി.